നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഒരു മിനി ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗാണ് കേട്ടോ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. സോ നമ്മുടെ കുളിയും നനയൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നു വരും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫുഡ് എന്ന് വെച്ചാൽ പൂരിയും ഗ്രീൻ പീസും ആണ് കേട്ടോ. പൂരിയും ഗ്രീൻ പീസും ആണ് നമുക്ക് ഇന്നത്തെ ഫുഡ് വന്നിട്ട്. സോ നമുക്ക് കഴിക്കാം വരും. ഓക്കെ ഗൈസ്, നമുക്ക് കഴിക്കാം കേട്ടോ. പൂരിയും നമ്മുടെ എന്താ പറയുക ഗ്രീൻ പീസ് പോലത്തെ ഒരു കറിയാണ്. ഗ്രീൻ പീസ് അല്ലേ? ഗ്രീൻ പീസാണ് കേട്ടോ നമ്മളത്. അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. അപ്പോൾ കഷ്ടപ്പെട്ട് നമ്മുടെ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഹാൻഡ് വാഷ് ചെയ്യാം. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു ഗൈസ്, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഹോം മെയ്ഡ് ഗ്രീൻ പീസ് ആയിരുന്നു കേട്ടോ. അത് കാരണം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഹാൻഡ് വാഷൊക്കെ ചെയ്തിട്ട് ഒരു സ്ഥലം വരെ പോകും കേട്ടോ. നമ്മൾ ആക്ച്വലി ഇതിപ്പോൾ ഇവിടെ ചെറുതായിട്ടൊരു പ്രശ്നമുണ്ട്. വെറുതെ നമ്മുടെ ഇവിടുത്തെ ഫ്യൂസ് എന്തോ ട്രിപ്പ് ആവുകയാണ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്തും കുറച്ച് നേരം മുമ്പ് ഫ്യൂസൊക്കെ ഇങ്ങനെ ട്രിപ്പായിട്ടു. അത് കാരണം ഫുള്ള് ഇരുട്ടാണ് അവിടെ. നമുക്കൊന്നും കൂടി ഓൺ ചെയ്യാം. അപ്പോൾ ഓക്കെ കേട്ടോ ഗൈസ്. വെറുതെ ട്രിപ്പ് ആവുകയാണ്. അപ്പോൾ എന്താ വെറുതെ ട്രിപ്പാണ്. അപ്പോൾ നാളെ നമുക്ക് ട്രിവാൻഡ്രത്തേക്ക് ടൂറ് പോകാനുള്ള ഡ്രസ്സൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ? അപ്പോൾ ട്രിവാൻഡ്രത്തേക്ക് പോകണത് നാളെ മെയ് 1 നന്നായിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് മെയ് 1 തന്നെ പോകുന്നത്. സോ അവിടുത്തെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇവിടെ അമ്മമ്മയുടെയും അച്ഛൻ്റെയും ഡ്രസ്സൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി വേറൊരു പണിയും കൂടി ചെയ്യാനുണ്ട്. അത് നമുക്ക് കൂടി ചെയ്യാൻ വരും. സോ നമ്മൾ ബോറടിച്ച് വെറുതെ ഇരിക്കുകയല്ലേ. അപ്പോൾ നമുക്കൊരു ഡയറി സെറ്റ് ചെയ്താലോട് നമ്മൾ വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു ഡയറി പോയിട്ട് എടുത്തിട്ട് വരാം. ഡയറി ഒന്നും ആയിരിക്കില്ല, ഒരു നോട്ട്ബുക്ക് ആയിരിക്കും. നോട്ട്ബുക്കിങ് എന്തെങ്കിലും ആയിക്കോട്ടെ. അത് നമുക്കൊരു സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ നമുക്ക്. സോ നമ്മൾ ഈ നോട്ട്ബുക്കിലാണ് ചെയ്യുന്നത്. കണ്ടോ? ഈ നോട്ട്ബുക്കിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അദ്വൈതസ് നായർ എൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. സോ നമുക്ക് ചെയ്യാം വരും. നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഇതിൻ്റെ ഫസ്റ്റ് പേജിൽ ഒരു പേജ് നമ്മൾ മാറ്റിയിട്ട് ഫസ്റ്റ് പേജിൽ നമ്മൾ നമ്മുടെ ബയോഡാറ്റ ആണ് കേട്ടോ എഴുതാൻ പോകുന്നത്. നമുക്ക് എഴുതാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ എഴുതുന്നുള്ളൂ കേട്ടോ. നെയിം എഴുതാം, ക്ലാസ് എഴുതാം, പിന്നെന്താ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതാം, ഡേറ്റ് ഓഫ് ബർത്ത് ഇടാം, പിന്നെന്താ പിന്നെ നമ്മുടെ എന്താ പറയുക ഫാദേഴ്സ് നെയിം എഴുതാം, പിന്നെ നമ്മുടെ മദേഴ്സ് നെയിമും എഴുതാം കേട്ടോ. പിന്നെ നമ്മുടെ മദേഴ്സ് നെയിമും കൂടി എഴുതാം കേട്ടോ. സിക്സ്ത് വന്നിട്ട് ഹോബീസാണ്. സെവൻത്ത് വന്നിട്ട് സൈന് കഴിഞ്ഞു. ഓക്കെ ഗൈസ്, ഒരു ചെറിയ ബയോഡാറ്റയാണ് കേട്ടോ, ഒരു മിനി ബയോഡാറ്റയാണ്.
മിനി ബയോഡാറ്റ. യെസ്, കണ്ടോ നമ്മുടെ ഒരു ക്രിയേറ്റ് ചെയ്തിട്ടൊരു മിനി ബയോഡാറ്റയാണ്. കാണിച്ചു തരാം, നമ്മൾ ലാസ്റ്റ് നമ്മൾ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ ഉണ്ടോ, കുറച്ച് റൊട്ടേറ്റ് ആയിട്ടായിരിക്കും കാണുക, എന്നാലും നമുക്ക് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ മിനി ബയോഡാറ്റയാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത്. എന്താ പറയുക, നമ്മൾ അത്രയും ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ അഡ്രസ്സും ഒന്നും നമ്മൾ എഴുതുന്നില്ല. വേറൊരു വീഡിയോയിൽ നമ്മുടെ ഫുൾ ബയോഡാറ്റ നമ്മൾ ഡയറിയിൽ എഴുതുന്നതായിരിക്കും കേട്ടോ. ഈ ഡയറിയിൽ നമ്മൾ വന്നിട്ട് നമ്മുടെ ബയോഡാറ്റ, പിന്നെ വേറെ ചില കാര്യങ്ങൾ എന്തൊക്കെയൊക്കെ എഴുതേണ്ടത്, ഐ ആം ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഡയറി എഴുതുന്നത്. സോ വേറെ എന്തൊക്കെയൊക്കെയാണ് നമ്മൾ ഡയറിയിൽ എഴുതേണ്ടത് എന്നൊക്കെയുള്ള സെർച്ച് ചെയ്യാൻ നമ്മുടെ ഫോൺ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. ഇതെൻ്റെ ഫോണാണ് കേട്ടോ. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എഴുതാൻ. ഗൈസ്, നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നമ്മുടെ മിനി ഡയറിയിൽ എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. നെയിം അദ്വൈത് നായർ, ക്ലാസ് 5th C, ഡേറ്റ് ഓഫ് ബർത്ത് 10th June 2015, ഫാദേഴ്സ് നെയിം ശിവദാസ് P, മദേഴ്സ് നെയിം ദിവ്യ നായർ, ഹോബീസ് ലിസൺ ദ സോങ്, ഡാൻസ്, സിഗ്നേച്ചർ, എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ ഇനി നമ്മൾ അടുത്തത് എന്താ ചെയ്യേണ്ടത് എനിക്കും അറിയില്ല, നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തത് നമ്മൾ ചെയ്യാനുള്ളത് നമ്മുടെ ഫോണിൽ നമുക്ക് നോക്കാം കേട്ടോ എന്തൊക്കെയാണ് ചെയ്യാനുള്ളതെന്ന് നോക്കാം. ഓക്കെ, സോ വരും. ഓം അടുത്ത പൂസാരി എടുത്ത പൂസാരി കാവിക്കോല പടിട്ട പൂസാരി പറക്കട്ട പൂസാരി പറക്കട്ട പൂസാരി നിലനിട്ടുണ്ടോ പൂസിൻ്റെ പൂസാരി എന്നിട്ട് കണ്ടിട്ട പൂസാരി പൂസാരി താഴെ കണ്ടിട്ട് പൂസാരി കുട്ടി കുട്ടി പേറ്റും കസ്താറ് feelings, what's in the feelings? So, what's in the feelings? So, what's in the feelings? So, what's in the feelings? Write a diary. Write a diary. Your favorites about you. What is ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു കേട്ടോ. നമ്മൾ അതിൽ എഴുതുന്നതിന് എന്താ വെച്ചാൽ നമ്മളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടെ പേഴ്സണൽ ഡയറിയിൽ എഴുതാനാണ് കേട്ടോ അവർ പറഞ്ഞെടുക്കുന്നത്. നമുക്ക് എഴുതാം, അതിനുവേണ്ടി കുറേ സ്കെച്ച് ഐറ്റംസ് ഒക്കെ കൊണ്ടുവരുന്നത് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. സോ ഗായ്സ്, നമ്മുടെ എല്ലാ സാധനങ്ങളും നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, എല്ലാ സാധനങ്ങളും എടുത്ത് നമ്മുടെ കയ്യിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എബൌട്ട് മീ, നമ്മളെ പറ്റി നമുക്ക് എഴുതാം കേട്ടോ. സോ നമ്മുടെ നെക്സ്റ്റ് പേജിലേക്ക് നമുക്ക് തിരിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ സ്കെച്ചൊക്കെ എടുത്തു. നമ്മുടെ ഒരു എന്താ പറയുക ലൈറ്റർ ഈ ഒരു ബ്രൗൺ സ്കെച്ചിൽ നമുക്ക് നമ്മുടെ ഹൈലൈറ്റേഴ്സ് കൊടുക്കാം. about me. Okay, so നമുക്ക് കൊടുക്കാം about me. നമ്മളെ പറ്റി നമുക്ക് തന്നെ എഴുതാം, കാരണം നമ്മളെ പറ്റി വേറെ ആരും എഴുതത്തില്ല. അപ്പോൾ നമ്മളെ പറ്റി നമ്മൾ തന്നെ എഴുതണം. ഓക്കെ, സോ നമ്മൾ എങ്ങനെ ഒരു ഡിസൈൻ നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ക്ലൗഡ് ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് ആദ്യം ഒരു കുറച്ച് വലിയ ക്ലൗഡായിട്ടുള്ളൊരു ക്ലൗഡ് ഉണ്ടാക്കാം. നമുക്ക് ക്ലൗഡ് കുളമായി എന്ന് എനിക്ക് മനസ്സിലായി, എന്തായാലും കുഴപ്പമില്ല. ക്ലൗഡ് ഇങ്ങനത്തെ ഒരു വലിയ ക്ലൗഡാണ് നമ്മൾ ഉണ്ടാക്കാൻ വിചാരിച്ചത്, പക്ഷെ നടന്നില്ല, കുളമായി. കുഴപ്പമില്ല,
ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, സോ ക്ലൗഡ് സെറ്റായിട്ടില്ല എന്ന് മനസ്സിലായ കാരണം നമ്മൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യില്ല, വിഷമിച്ചിരിക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് ബ്രൗൺ കളർ വെച്ച് ബ്രൗൺ ഷെയ്ഡ് നമ്മൾ ചെറുതായിട്ട് ചെയ്യാം കേട്ടോ. ഒട്ടും വിചാരിക്കരുത് എൻ്റെ ഡയറിനെ ഞാൻ ഡ്രോയിങ് ബുക്ക് ആക്കുന്നുണ്ടോയെന്ന്. നമ്മൾ ചെറുതായിട്ടൊരു ഡെക്കറേഷനൊക്കെ ചെയ്യാനാണ്. അപ്പോൾ ഈ സൈഡിലൊക്കെ നമ്മൾ നമ്മളെ ഫേവറേറ്റ് ഫുഡ്, ഫേവറേറ്റ് പേഴ്സൺ, അങ്ങനെ ഫേവറേറ്റ് തിങ്സ് അതിനെയൊക്കെ പറ്റിയിട്ട് ഇതിലെഴുതും. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഏറ്റവും പ്രഷ്യസും വാല്യബിളും ആയിട്ടുള്ള ആൾക്കാരുടെ എന്തെങ്കിലും എന്തെങ്കിലും നമ്മൾ എഴുതണം. ഓക്കെ, നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ടൈം, അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ആൾക്കാർ, അങ്ങനെ വല്ലതും നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ എഴുതും കേട്ടോ. നമ്മുടെ ഹോബീസ്, നമ്മുടെ പിന്നെ എന്താ പറയുക, നമ്മുടെ ഹോബീസ്, നമുക്ക് ഏറ്റവും ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ, അതൊക്കെ നമ്മൾ അവിടെ എഴുതും. ഈ സെൻ്റെ അടുത്തുള്ള ക്ലൗഡിൽ എഴുതും കേട്ടോ. ബാക്കിയെല്ലാം ഇവിടെയൊക്കെ നമ്മുടെ ഫേവറേറ്റ് ഫുഡ്, അത് ഇത് അതെല്ലാം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ചെയ്യും. ഓക്കെ, സോ വീണ്ടും ട്രിപ്പായി എന്ന് തോന്നുന്നു. ഫാൻ ഓഫ് ആയി, കുഴപ്പമില്ല, നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് കളർ ചെയ്തിട്ട് കാണാം. ഓക്കെ ഗൈസ്, നമ്മൾ ഉള്ളിൽ ഫുള്ളും ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് നമുക്ക് പുറത്തെടുത്തേണ്ട കാര്യങ്ങളൊക്കെ എഴുതാം വരും. നമ്മൾ ആദ്യം തന്നെ നമ്മൾ പുറത്തെഴുതേണ്ട കാര്യങ്ങൾ എന്നൊക്കെ നല്ലൊരു ബ്ലാക്ക് കളറിലൊക്കെ നന്നായി എഴുതി അടിപൊളിയാക്കാൻ വരും. ഗൈസ്, സോ നമ്മുടെ പേജ് ചെയ്ത് കഴിഞ്ഞു ഗൈസ്. നോക്കട്ടെ, ഫുള്ളി കവേർഡ് വിത്ത് കളർ പെൻസിൽസ്. മാറ്റാം. ലുക്ക് ഗൈസ്, നമ്മുടെ എന്താ പറയുക, പറ്റുന്നത്രയും നമ്മുടെ ഡയറീനെ നമുക്ക് അടിപൊളി ഒരു ക്രിയേറ്റീവായിട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ. കണ്ടോ, നല്ല പറ്റുന്നത്രയും കുറച്ച് ക്രിയേറ്റീവായിട്ട് ചെയ്യണം. എനിക്ക് പറ്റുന്നത്രയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാണുന്ന ആൾക്കാർക്ക് എന്താ പറയുക, ചിലപ്പോൾ എന്നെക്കാട്ടിലും നന്നായി ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ എനിക്ക് പറ്റുന്നത്രയും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതാ കണ്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല, ഈ ഒരു പോർഷൻ ഇല്ലേ, ഈ ഒരു പോർഷൻ സത്യം പറഞ്ഞാൽ വെള്ളം തട്ടിയതാണ്. ഈ തണുത്ത വെള്ളം ഭണ്ഡാരം ഇത് തട്ടിയതാണ്. സോ അതാണ് പ്രശ്നം വന്നത്. അല്ലെങ്കിൽ ഇതും കുറച്ചൊക്കെ നല്ലതായിരിക്കും. ബട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ നമ്മുടെ ഡയറി വർക്ക് എവിടത്തോടെ നിർത്താം. ഇനി നമ്മൾ അടുത്തത് എന്താ ചെയ്യാമെന്ന് വെച്ചാൽ എന്തായിരിക്കും, ടി വി നോക്കുക ഗൈസ്. ടി വി നോക്കാതെ നമുക്ക് ഇരിക്കാൻ പറ്റില്ലല്ലോ, നമ്മൾ ടി വി നോക്കുകയാണ്. സോ നമ്മൾ നോക്കിയത് ആക്ച്വലി ഈ വീഡിയോ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്തത്. ഈ വീഡിയോ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്തത് കേട്ടോ. എന്താ പറയുക, നമ്മളിത് എബൌട്ട് മീ നമ്മൾ ഇതിലാണ് ചെയ്തത്. പിന്നെ അത് ഈ എബൌട്ട് മീന് ഇതിൽ അതിനെ കുറിച്ച് മാത്രമല്ല പറയുന്നുണ്ട്, കുറേ കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. പക്ഷേ ഞാനിപ്പോൾ എബൌട്ട് മീ എന്നെ പറ്റി മാത്രമേ എഴുതിയിട്ടുള്ളൂ. നമുക്ക് കുറച്ചും കൂടി എഴുതാൻ പറ്റുമോ നോക്കാം. വാട്ട് ഈസ് ദ റീസൺ ഐ ലൈക്ക് മൈ ക്രഷ്? ഐ ഡോണ്ട് ഹാവ് എ ക്രഷ്. A true story about me. A true story about me that only I know. എനിക്ക് മാത്രം അറിയുന്ന ട്രൂ സ്റ്റോറി. ഓക്കെ, എനിക്കങ്ങനെ ഇല്ല, എല്ലാം ഞാൻ പബ്ലിക്കായിട്ട് പറയും. ഇറ്റ്സ് ഓക്കെ ടു മേക്ക് മിസ്റ്റേക്സ്, ടു ഹാവ് ബാഡ് ഡേയ്സ്. അപ്പോൾ എന്താ പറയുക, ഇതിൻ്റെ കുറച്ചൊക്കെ കോപ്പി അടിക്കുക. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. സോ നമ്മുടെ മിനി ഡേ ഇൻ മൈ ലൈഫ് ഇതോടെ കഴിഞ്ഞു. സോ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.
പൂ അല്ല, അടുത്തൊരു വീഡിയോ കാണണ്ട. നമുക്ക് നാളെ തന്നെ നമ്മുടെ ട്രിവാൻഡ്രം പോക്കിൻ്റെ ഒരു വീഡിയോ ഉണ്ടാകും കേട്ടോ. നമുക്ക് അതും കാണാം. നമ്മുടെ ട്രിവാൻഡ്രം നാളെ മെയ് 1 തൊട്ട് മെയ് 3 4 വരെ നമ്മൾ ട്രിവാൻഡ്രത്തിലുണ്ടാവും. നമുക്ക് എല്ലാ വീഡിയോ നമുക്ക് കവർ ചെയ്തെല്ലാം ചെയ്യാം കേട്ടോ. പത്മനാഭസ്വാമി ക്ഷേത്രം എല്ലാവിടെയും പോകുന്നുണ്ട് നമ്മൾ. സോ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ അല്ല, ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.